ഇത്രയും വെയിലിനിടയ്ക്ക് ആകെ കൂടി തണൽ കിട്ടുന്ന സ്ഥലം ഞങ്ങളൊക്കെ നടക്കുന്ന ഇതിലേ കൂടാ കുറച്ച് അത്രയും ഭാഗം വരെയെങ്കിലും തണലത്തൂടെ നടക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് കേട്ടുള്ള കാര്യമാകും. പൊളിക്കുന്നതിനോട് ഒട്ടും യോജിക്കുന്നില്ല. പെട്ടെന്ന് ഇത് എന്താ ഇതിനെ എതിർക്കുന്നു എന്നല്ല, എന്നാലും പെട്ടെന്ന് തന്നെ പണി തീർത്ത് ഒരുപാട് കാലതാമസം എടുക്കാണ്ടിരുന്നാൽ മതി. അത് നഷ്ടമാണ്. അത്രയും നേരത്തെ അത് കണക്കുകൂട്ടിയൊന്നും ചെയ്യാത്തതിൻ്റെ കുഴപ്പമുണ്ട്. ഇതിപ്പം കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല, പൊട്ടിപ്പൊളിഞ്ഞിട്ടൊന്നും അല്ലല്ലോ, പിന്നെ ഇതിനെ പൊളിച്ച് മാറ്റണം. അവർക്ക് എന്ത് കിട്ടാൻ പോണേ? ചുമ്മാ ഇവിടെ ആളുകൾ നടക്കല്ലേ ചെയ്യണത്. അതാണ് 50 വർഷത്തിന് മുന്നേ കാണണം ഒരു ജോലി ചെയ്യുമ്പോൾ. അതാണ് വികസനം എന്ന് പറയുന്നത്. എപ്പോഴും നാട്ടുകാരെ കഷ്ടപ്പെടുത്തിയിട്ടുള്ള വികസനം എന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വിമൻസ് കോളേജിന് മുൻവശത്തെ വനിതാ ഇടനാഴിയിലാണ്. പ്രിയപ്പെട്ട ജനങ്ങളെ, രാഷ്ട്രീയക്കാർ അഴിമതി നടത്തുന്നത് ഇങ്ങനെയാണ്. പൊതുജനങ്ങളുടെ 2 കോടി രൂപ ഇപ്പോൾ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ തട്ടിയെടുക്കുകയാണ്. അതിനുള്ള ഉദാഹരണമാണ് ഈ വനിതാ ഇടനാഴിയിൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വനിതാ ഇടനാഴി ഇപ്പോൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. $90.53 ലക്ഷം രൂപ വകയിരുത്തുകയും കരാറുകാരെ മറയാക്കി പുതുക്കിയ എസ്റ്റിമേറ്റിലൂടെ 2 കോടിയോളം രൂപ വെട്ടിക്കുകയും ചെയ്ത കോർപ്പറേഷന്റെ വിവാദ പദ്ധതി 3 വർഷം പിന്നിട്ടപ്പോൾ പൊളിച്ചുമാറ്റി. വഴുതക്കാട് വിമൻസ് കോളേജിന് മുന്നിൽ നിർമ്മിച്ച വനിതാ സൗഹൃദ ഇടനാഴിയാണ് പൊളിച്ചടുക്കി മാറ്റുന്നത്. സ്മാർട്ട് സിറ്റി റോഡ് വികസനത്തിൻ്റെ ഭാഗമായാണ് പൊളിച്ചു മാറ്റുന്നത് എന്നാണ് വിശദീകരണം. വിമൻസ് കോളേജിലെയും കോട്ടൺ ഹിൽ സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി വിഭാവനം ചെയ്തത്. ബേക്കറി ജംഗ്ഷൻ മുതൽ വിമൻസ് കോളേജ് വരെയും കോട്ടൺ ഹിൽ സ്കൂളിന് മുന്നിലും ക്യാമറ സ്ഥാപിക്കൽ, നടപ്പാത നിർമ്മാണം, സോളാർ പാനൽ സ്ഥാപിക്കൽ, ബസ് ഷെൽട്ടർ നിർമ്മാണം എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത്. 90,53,324 രൂപ വകയിരുത്തി നിർമ്മാണം ആരംഭിച്ചു. ഹാൻഡ് റെയിൽ സ്ഥാപിക്കാൻ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് ഉപയോഗിക്കാനായിരുന്നു എസ്റ്റിമേറ്റ്. എന്നാൽ തുക കൂട്ടിക്കാണിക്കാൻ GI പൈപ്പിന് പകരം സ്റ്റെയിൻലെസ് സ്റ്റീലും മേൽക്കൂര നിർമ്മിക്കാൻ പോളി കാർബൺ ഷീറ്റുകളുമാക്കി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ഇതോടെ തുക ഇരട്ടിയാവുകയും ചെയ്തു. വനിതാ നേതാക്കളുടെ ചിത്രങ്ങൾ ചുവരിൽ പതിപ്പിക്കാൻ 20 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടത്. വിമൻസ് കോളേജിൻ്റെ പ്രധാന ഗേറ്റ് മുതൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനത്തിന് എതിർവശത്തെ ഗേറ്റ് വരെ ഏകദേശം 500 മീറ്റർ നീളത്തിൽ മാത്രമാണ് മേൽക്കൂര സ്ഥാപിച്ചത്. വേണ്ട, ഉള്ളതാണ് നല്ലത്. ഉള്ളതാണ് നല്ലത്. തുരുമ്പടിച്ചൊക്കെ കിടക്കുന്നുണ്ട്. ഉറപ്പായിട്ടും പൊളിച്ച് മാറ്റി പുതിയത് വെക്കണം. ആസ് സൂൺ ആസ് പെട്ടെന്ന് വെച്ചാൽ മതി. ഇങ്ങനെ എന്താ കാലതാമസം എടുക്കാണ്ടിരുന്നാൽ മതി. ഇതാ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇതിൻ്റെ അവസ്ഥ. പെട്ടെന്ന് ഇത് എന്താ ഇതിനെ എതിർക്കുന്നു എന്നല്ല, എന്നാലും പെട്ടെന്ന് തന്നെ പണി തീർത്ത് ഒരുപാട് കാലതാമസം എടുക്കാണ്ടിരുന്നാൽ മതി. ഇത്രയും വെയിലിനിടയ്ക്ക് ആകെ കൂടി തണൽ കിട്ടുന്ന സ്ഥലം ഞങ്ങളൊക്കെ നടക്കുന്ന ഇതിലേ കൂടാ കുറച്ച് അത്രയും ഭാഗം വരെയെങ്കിലും തണലത്തൂടെ നടക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ഒക്കെ ആയിട്ടുള്ള കാര്യമാകും. പൊളിക്കുന്നതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഇല്ല യോജിക്കുന്നില്ല. അല്ല, ഇത് പൊളിച്ചു മാറ്റിയിട്ട് എന്തിനാ, നമുക്ക് നന്നായിട്ടൊന്ന് പോകാൻ ചെയ്യാമല്ലോ. ഇങ്ങനെ തന്നെ മതി. ഇതിപ്പം കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല, പൊട്ടിപ്പൊളിഞ്ഞിട്ടൊന്നും അല്ലല്ലോ, പിന്നെ ഇതിനെ പൊളിച്ച് മാറ്റണം. കുഴപ്പമൊന്നുമില്ല. പൊളിച്ച് മാറ്റണ്ട. ഇവിടെ വിമൻസ് കോളേജ് തന്നെയാണ്. ഹോം സയൻസ് 3ാമത്തെ വർഷം. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു ആൾക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തണലുണ്ട്. ഇതിനൊക്കെ അത് പൊളിച്ച് മാറ്റണതിൽ നമുക്ക് അതിൽ ഒരു യോജിപ്പൊന്നുമില്ല. പിന്നെ എന്താണ് അതിന് അടുത്ത പരിപാടിയൊന്നും അറിഞ്ഞൂടാ. അത് നഷ്ടമാണ്. അത്രയും നേരത്തെ അത് കണക്കുകൂട്ടിയൊന്നും ചെയ്യാത്തതിൻ്റെ കുഴപ്പമുണ്ട്. അതാണ് 50 വർഷത്തിന് മുന്നേ കാണണം ഒരു ജോലി ചെയ്യുമ്പോൾ. അതാണ് വികസനം എന്ന് പറയുന്നത്. എപ്പോഴും നാട്ടുകാരെ ഇത് അങ്ങോട്ട് കഷ്ടപ്പെടുത്തിയിട്ടുള്ള വികസനം എന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല.
ചെയ്യുമ്പോഴത്തേക്ക് ഒരു 50 വർഷം മുന്നേ കാണണം. അങ്ങനെ വേണം ചെയ്യാനുള്ള. ഇത് പൊളിക്കേണ്ട ഒരിക്കലുമില്ല. ഇത് വേണം. ഓ ഇവിടെ പഠിക്കുന്നതാണോ? ഓ കോളേജിൽ പഠിക്കണം. ഓ എവിടെയാണ് വീട്? എവിടെയാണ്? വിഴിഞ്ഞ. ഓക്കെ. ഈ പിന്നെ വനിതാ ഇത് എത്ര കാലമായി ഇത്? ഞങ്ങൾ വന്നിപ്പോൾ സെക്കൻഡ് ഇയർ ആണ്. ഞാൻ സെക്കൻഡ് ഇയർ ആണ്. അപ്പോഴേ ഉണ്ടായിരുന്നു. സൗകര്യപ്രദമാണോ ഇത്? പിന്നെ ഒരുപാട് നല്ലതാണ്. അങ്ങനെയല്ല, വെയിലൊന്നും ഇല്ലല്ലോ, തണലായി നടക്കാമല്ലോ. പിന്നെ സുഖമാണ് ഇങ്ങനെ കൂടെ നടക്കുന്ന ഒരു വൈബ്. ഇത് പൊളിക്കേണ്ട വേണ്ട, ഇത് പൊളിക്കാൻ പോവേണ. ഷേ പൊളിച്ചിട്ട് സ്മാർട്ടാക്കുന്നാണ് പറയുന്നത്. സ്മാർട്ട് ആക്കണമെങ്കിൽ കൊള്ളാം. അല്ലാതെ ചുമ്മാ പൊളിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാൻ പോണേ? ചുമ്മാ ഇവിടെ ആളുകൾ നടക്കല്ലേ ചെയ്യണത്. അവർക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇത് പൊളിച്ചിട്ട്. ഇത് പിന്നെ സൗകര്യപ്രദമാണോ ഈ സാധനം? സത്യോ സൗകര്യപ്രദമാണ്. ആ അതേ ഇല്ല, വൃത്തി കെട്ടുമെങ്കിൽ സെറ്റായി. നന്നായിട്ട് ഇതിൽ നിന്നും കൂടി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ കൊള്ളാം. അല്ല എന്ത് നല്ല തണലില്ലായിരുന്നോ? എന്തോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അല്ല, ഇവിടുത്തെ കുറെ സംഭവമൊക്കെ ഇളക്കി കളഞ്ഞായിരുന്നു. രാഷ്ട്രീയക്കാർ കടലാസുകളിൽ പദ്ധതികൾ കൊണ്ടുവരും. എസ്റ്റിമേറ്റിലും റീ എസ്റ്റിമേറ്റിലും മാറ്റങ്ങൾ വരുത്തി കോടികൾ തട്ടിയെടുക്കും. ഇതാണ് ഈ വനിതാ ഇടനാഴിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.